Wedlock is a culture. Mithuna Matrimony and Marriage Event Management. അനുഭവം ധാരാളമുണ്ട്. എന്നാലും ഇതിൽ വളരെ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്കും അനുഭവത്തിൽ വളരെ അപകടം സംഭവിച്ചൊരു വിഷയമാണ്. ഇതെങ്ങനെയാണ് എന്നുള്ള ഏകീകരണം നമ്മൾ പല സെമിനാറുകളൊക്കെ ചെയ്താലും ഒരു പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പോഴും അത് പതിയാത്തൊരു വിഷയം നമ്മളെ ഉള്ളിലുണ്ട്. ശരിക്ക് ഒരു ആധികാരികമായിട്ടുള്ള ഗ്രന്ഥത്തിൽ കൃഷ്ണാചാര്യൻ പരിണയവിധിയില് പൊരുത്തശോധനയെ പറ്റി പരിണയവിധി കൃത്യമായിട്ട് 20ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. അത് ഈ സ്ത്രീ പുരുഷന്മാരുടെ മാനസികമായ ഐക്യതയും വശ്യതയും യഥാർത്ഥമായിട്ട് അവർക്ക് എന്ത് സാഹചര്യം വന്നാലും ഒരു ഭർത്തൃനാശം വന്നാലും ആ സ്ത്രീ പിടിച്ചു നിൽക്കോ, ആ സ്ത്രീക്ക് മാനസികമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ള ഒരു നിയമത്തിലാണ് ശരിക്ക് രാശിപ്രോക്തം ഗ്രഹോക്തം പുനരുഗതികം സംബന്ധിത വർണ്ണൈ യോന്യ ഗണയർവ മുനി വിഹര മൃഗൈ വേദഭൂതൈശ്ച രജ്വാ പ്രോക്തം യത്ര ആനുകൂല്യം പുനരവിവേശ അഷ്ടവർഗേന സത്വാ സഞ്ജിന്ദേതി സമസ്തം പരിണയവിധി കൽപ്പിതാം ഭാഷേന. ഒരു പരിണയവിധിയെ കൽപ്പിക്കുമ്പം ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ടത്. ആ പരിണയവിധിക്ക് ഗ്രഹസാമ്യത്തെയോ പാപസാമ്യത്തെയോ നമ്മൾ യുക്തിപ്രമാണം കൊണ്ട് മാത്രമാകരുത് എന്ന് പറഞ്ഞു. ഇത്തരത്തില് ഇന്നതുപോലെ വേണമെന്ന് ഒരു പരാമർശം പ്രശ്നമാർഗത്തിൽ കാണുന്നില്ല. ഭാര്യാനാശങ്ങൾ കണ്ടു, ഭർത്തൃനാശങ്ങൾ കണ്ടു. ഈ ദോഷങ്ങൾക്ക് സമാനത കൽപ്പിച്ചുകൊണ്ട് ഘടിപ്പിക്കുകയാണ് നമ്മുടെ ഗുരുപരമ്പരയും പൂർവ്വസൂരികളും ചെയ്തത്. അതൊരു യുക്തി തന്നെയാണ്. പക്ഷെ എങ്കിലും ഇതുകൊണ്ട് അനവധി വിവാഹങ്ങള് നടക്കേണ്ടത് നടക്കാണ്ടാവുന്നുണ്ട്, നടക്കാത്തത് പാടില്ലാത്തത് നടക്കുന്നു. ഒരു വിഷയമില്ലാത്തതുണ്ട്. ഈ ശരിക്ക് ഒരു പൊരുത്തം അഥവാ വിവാഹത്തിന്റെ ഘടന ഈ പൊരുത്തവിധിയില് അഗൂഢമെന്നും ഗൂഢമെന്നും 2 വിധാനത്തിലാണ് ഇതിന്റെ കൽപ്പന വിധിച്ചിട്ടുള്ളത്. അഗൂഢ ഗൂഢവേദന ദ്വിജാഹി ഘടനാഗുണ അഗൂഢോ ദ്വാദശകോ ഗൂഢസ്പഷ്ടോ. അഗൂഢമെന്നും ഗൂഢമെന്നും ഈ അഗൂഢമായ വിഷയത്തിൽ പറഞ്ഞതാണ് ഈ കൃഷ്ണാചാര്യൻ ഈ 15ഓളം കാര്യങ്ങൾ. അതില് സ്ത്രീ പുരുഷന്മാരുടെ ജനിച്ച കൂറുകൾ തമ്മിലുള്ള സാമ്യത പരിശോധന, കൂറുകളുടെ അധിപന്മാരുടെ സാമ്യത പരിശോധന, നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള പദാർത്ഥങ്ങളും നക്ഷത്ര സംബന്ധിയായ പദാർത്ഥങ്ങളെ കൊണ്ടുള്ള പരിശോധന, യോനി ഗണം ഋഷി പക്ഷി മൃഗം വേദം ഭൂതം രജ്ജു വയസ്സ് അഷ്ടവർഗം ആസക്തി. ഇതുകളെ വേണ്ടുവണ്ണം വിദ്യാവണ്ണം വിചാരിച്ച് ശരിക്ക് പൊരുത്തശോധനയിൽ 15 വിധാനങ്ങള് ശരിക്ക് കൃഷ്ണമാർഗത്തില് ഈ അധ്യായം ശരിക്ക് 17ാം അധ്യായം ഒരു ആയുസ്സിന്റെയും സന്താനത്തിന്റെയും മധ്യത്തിലായിട്ട് ഒരു നിലനിൽപ്പിന്റെ
ഒരു നിലനിൽപ്പ് ആയുസ് വെച്ചാൽ ഒരു നിലനിൽപ്പിൽ കഴിഞ്ഞു. അത് ഭാവി പരമ്പരയിലേക്ക് വിവാഹത്തിലൂടെ ഭാവി പരമ്പരയിലേക്കുള്ള പരമ്പരയുടെ 5-ാം ഭാവം കൊണ്ട് ഇതിന്റെ നിലനിൽപ്പ് ഭാവിയിലേക്ക് പ്രാവർത്തികമാക്കാനുള്ള ഒരു വിഷയം. ഇതൊരു ഇങ്ങനൊരു ഘടിപ്പിച്ചു പോകാനുള്ള ഒരു കാരണം ആദ്യമായിട്ട് ഒരു അച്ഛൻ ജ്യോതിഷത്തിൽ വന്ന് ചോദിക്കുന്നയാണല്ലോ അധ്യായങ്ങൾ. എന്റെ കയ്യിൽ അറിയൂട ഭവിത പിന്നോവ വിവാഹ പ്രശ്നം. ശരി, അദ്ദേഹം നല്ലൊരു ഉദാഹരണം. ഒരു രക്ഷിതാവിന്റെ മനസ്സിന്റെ ഒരു പറയൽ അവിടെയുണ്ട്. ഇത് എന്തായി തീരുന്നു ജ്യോതിഷരെ? ഇത് നിലനിൽക്കോ? ഈ കുട്ടി ദീർഘായുസായിട്ട് നിലനിൽക്കോ? സന്താനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ശരിക്ക് ഈ 17-ാം അധ്യായം ഒരു കൃഷ്ണമാർഗത്തിന്റെ പല രഹസ്യങ്ങളും പറഞ്ഞു പോയൊരു അധ്യായം. ശരിക്ക് വിവാഹ പ്രശ്നത്തിലും ഈ 17-ാം അധ്യായത്തിനാണ് അഷ്ടമംഗല പ്രശ്നത്തിന്റെ അഷ്ടമംഗല ചിന്തയുടെ ഒരു പേരാണ് ഈ ശ്ലോകം. നമ്മള് ഏകസ്ഥാനം, ദശസ്ഥാനം, ശതസ്ഥാനം എന്ന് ചിന്തിക്കുന്നതിന്റെ വേര് പ്രശ്നമാർഗത്തിലുള്ള ഒരു ശ്ലോകം. അത് എവിടെയായിട്ടാണ് സാധിക്കുക? ഈ ഭരണവിധിയിലെ വിരുദ്ധ ശ്ലോകത്തിലേക്കാണ്. ശരിക്ക് നമ്മള് ഇന്നത്തെ അങ്ങനെ ആയിപ്പോയി. ഒരാൾ പറഞ്ഞത് നമുക്കൊരു ഗുരുപ്രദേശമായിട്ട് തന്നെ കാണും. ഒരു 10-20 കുറിപ്പ് ഉണ്ടെന്ന് അത് വേഗം നോക്കി, അത് നമ്മളങ്ങനെ തിരക്കതാകത്തെ പോകും. വേഗം നോക്കി ആ ഒരു 10 കുറിപ്പ് നോക്കാൻ പോയിട്ട് ഒരു വൃത്തിയായിട്ട് 2 ദിവസം നോക്കാൻ സാധിക്കില്ല. ഈ ഒരു വിധി വെച്ച് നോക്കിയാൽ നമുക്ക് ഈ 18 സാധനങ്ങളെ ഒന്ന് തട്ടിച്ച് നോക്കേണ്ടിരിക്കുന്ന സമയത്താണ്. ഇത് ശരിക്ക് നമ്മൾ ആകാം ഈ ചൊവ്വാശനി രാഹുക്കൾ 7-8 ഭാവങ്ങൾ നോക്കി അതിന്റെ വിശദമായ പരാമർശം ഇവിടെ നടന്നതുകൊണ്ടാണ് നന്നായിട്ട് 2 സെമിനാറും ഞാൻ പങ്കെടുത്തിട്ടെങ്കിലും എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വിഷയങ്ങളൊന്നും പരാമർശിക്കാതെ പോകും. ശരിക്ക് ഈ കൃഷ്ണമാർഗത്തിലെ 20-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ ശ്ലോകം എന്ത് പ്രയാസങ്ങൾ വന്നാലും ഈ സ്ത്രീ പുരുഷന്മാര് വശ്യതയോടുകൂടി നിൽക്കുമോ? ഇത് ഈ 2 കൂട്ടർക്കും ഇത് വിട്ടുകൊണ്ട് ഇപ്പൊ പലതും സംഭവിക്കാലോ ജീവിതത്തിൽ. ശരിക്ക് ഭർത്തനാശത്തെക്കാളും ഭാര്യാനാശത്തെക്കാളും ഇന്ന് ഒരുമിച്ച് ജീവിക്കുന്നവർ തമ്മിൽ തന്നെ എത്ര വിഭിന്നമായിട്ട് 2 മുറിയിലും 2 സമ്പ്രദായത്തിലും 2 ലോകത്തിലും ജീവിക്കുന്ന കാലമായിരിക്കും. ഭർത്തനാശത്തിന് നമ്മളെപ്പോ ആലോചിക്കേണ്ട ഭർത്തനാശം ഉണ്ടാവും. ശരിക്ക് ഇവര് സ്വസ്ഥമായിട്ട് ഇവർക്ക് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. അത് ഏറ്റവും ഇപ്പം നമ്മുടെ ഏറ്റവും ഉന്നത തലത്തിലുള്ളവരെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അവര് രണ്ടും ഉദാഹരണം നമ്മള് ഇന്നിപ്പം നമ്മളെ വിരുദ്ധനായിട്ടാർക്ക് അദ്ദേഹം പോകാത്ത വഴിയിൽ അനവധി ഇതിന്റെ ഒരു ഹേതു എന്താണെന്ന് വെച്ചാല് ശരിക്ക് നമ്മൾ ഈ ജാതകം ശരിക്ക് 2 ജാതകങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ജാതകങ്ങളിൽ നിന്ന് കഴിയുന്നതാണ്. ഇപ്പോ ഒരു ഘടനയാണ് എങ്കിൽ പറഞ്ഞു ഗണിതസ്ഥേനോപാധ്യ ഇത് കണ്ട് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിലനിൽക്കില്ല. ഒരു ജാതകത്തെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തി വിവാഹത്തിന്റെ ഭാവം ഭാവുതി കാലഗ്രഹം അവിടെ അതാണ് പറഞ്ഞത്. അപ്പൊ സപ്തമഭാവം ഭാവുതി കാലഗ്രഹം ഇതുകളെ കൊണ്ട് അടിസ്ഥാനപരമായിട്ട് സ്ത്രീജാതകായാലും ശരി പുരുഷജാതകായാലും ശരി ആ വിലയിരുത്തി അങ്ങനെ വല്ല ദുര്യോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുര്യോഗങ്ങൾക്ക് യഥാവിധിയുള്ള ഒരു പ്രായശ്ചിത്ത നിർദ്ദേശത്തിന് ആദ്യം നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെ കുഴപ്പമുണ്ട്, ഇതൊന്ന് പരിശോധിച്ചിട്ടേ വിവാഹത്തിന് മുതിരുള്ളൂ. ശരിക്കും മാനുഷിക പ്രയത്നം കൊണ്ട് ആചാര്യൻ പറഞ്ഞെന്താ, ഇത് മാനുഷിക പ്രയത്നം കൊണ്ട് ഈ ശാസ്ത്രത്തെ തൽക്കാലം തരണം ചെയ്യാൻ പറ്റും.
സുഖമായിട്ട് സാധിക്കും. പക്ഷെ എങ്കിലും അത് നിലനിൽക്കുക കഥമികസ്ഥയിൽ പ്രിയേദേവ. ഇങ്ങനെ ഒരു ജാതകം കിട്ടിയാൽ ഈ ദോഷം ഇയാൾ എപ്പോഴും അനുഭവിക്കൂലേ? ഇങ്ങനെ ഒരു ജാതകത്തിൽ എത്തരത്തിലുള്ള ശ്രീജാതകമാണ് നമുക്ക് ഘടിപ്പിക്കേണ്ടതെന്നൊരു സംശയമുണ്ട്. ഇപ്പം ഭാവത്തിനും ഭാവതിക്കും കാലഗ്രഹത്തിനും ദുസ്ഥിതി വന്ന ഒരു ജാതകം കൈ കിട്ടിയാൽ ഇത് നിലനിൽക്കും. എത്ര നല്ല ജാതകമായിക്കോട്ടെ, ചിന്ത ജാതകം ഇങ്ങനെയൊന്ന് വന്നാൽ എങ്ങനത്തെ ഘടിപ്പിക്കാമെന്നൊരു ഒരു സാമ്യത പരിശോധിക്കുമ്പോൾ നമുക്ക് വേണ്ടി. പക്ഷേ ഇത് അടിസ്ഥാനപരമായിട്ട് ഈ തത്വങ്ങളെ ജാതകത്തിൽ കാണുന്ന ഭാര്യാനാശലക്ഷണങ്ങളെയും ഭർത്തൃനാശലക്ഷണങ്ങളെയും അസന്തതി മുതലായ ലക്ഷണങ്ങളെയും സ്വയം ആ ജാതകത്തിൽ നിന്നൊന്ന് വിലയിരുത്തി അതിന്റെ മൂലകാരണങ്ങളെ കണ്ടെത്തി അത് ഏത് വിഭാഗം ശരിയാകുന്നില്ല വൃത്തിയായ ഒരു പരിഹാര നിർദ്ദേശം ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് കുറിപ്പ് വന്നാൽ പറയാമല്ലോ ഇതിനൊരു ചെറിയ വിഷമമുണ്ട്, അത് ആലോചിച്ച് പരിഹരിച്ചേ ആലോചിക്കുന്നുള്ളൂ. അപ്പം മറ്റുള്ളതൊന്നും നോക്കാണ്ട് കേവലം നമ്മളെ ദൃഷ്ടിയല്ല ഇതിൽ എത്ര പൊരുത്തമുണ്ട്, ഇതിൽ പാവസാമ്യം എത്രയും, അത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ശരിക്ക് ഇത് കഴിഞ്ഞാൽ ദുഷ്പേരാക്കാം, ആ ഗുണമുണ്ടായ ഒന്നും ബാധിക്കാം. ദുഷ്പേരല്ല ഇന്നയാളായിരിക്കും. ശരിക്ക് വ്യക്തിപരമായിട്ടല്ലെങ്കിലും ശാസ്ത്രത്തിനൊരു ദുഷ്പേരാണ് ഈ ഉദാഹരണം പറഞ്ഞു. ശരിക്കും മറ്റൊരു ദേവപ്രശ്നത്തെയോ മറ്റു പ്രശ്നങ്ങളെയൊന്നും ഇതധികം വിമർശിക്കപ്പെടുന്നില്ല. ഈ വിവാഹ വിഷയം നന്നായിട്ട് ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക്, ശാസ്ത്രബോധമുള്ളവർക്ക് വരെ ഈ കാലഘട്ടത്തിൽ ഇത് വേണ്ടാന്നുള്ളൊരു വെറുപ്പ് വന്നു തുടങ്ങി. അത് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഒന്നിന് പ്രതികരിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നു. അതിൽ നമ്മൾ എങ്ങനെയാവണം ഇതിനെ ഘടിപ്പിക്കാം? യഥാർത്ഥമായിട്ട് ഈ പരിണയവിധിയിൽ ഈ പൊരുത്ത വിഷയം നന്നായിട്ട് ചേരേണ്ടതുണ്ട്. പൊരുത്ത വിഷയം ചേരണമെന്ന് വെച്ചാൽ ഈ 15 വിഷയത്തിനും അപവാദമുണ്ട് കേട്ടോ. ആ അപവാദസഹമായിട്ട് നന്നായിട്ട് ചർച്ച ചെയ്ത് ഇപ്പം രാശിപുരത്തിനായാലും രാഷ്ട്രീയപുരത്തിനായാലും അനവധി അപവാദങ്ങൾ ഈ 1-2 വിഷയത്തിലാണ് തോന്നുന്നു. ജാതക വിഷയത്തിൽ ജാതക വിഷയത്തിൽ ഈ വിവാഹ ചർച്ചകളും മുഹൂർത്ത വിഷയത്തിലും അനവധി അപവാദത്തിന്റെ ഏറ്റവും ശരിക്ക് ഈ ഈ പൊരുത്ത വിഷയത്തിൽ പാലിക്കേണ്ടുന്ന നിയമങ്ങൾ യഥാവിധി പാലിച്ച് ഇതിന് അങ്ങോട്ട് കൃഷ്ണമാകാരായിട്ട് പറഞ്ഞെന്താ, ഇതിനാ ഇത്രത്തോളം കുടലില്ല. ഇത് ഒരു പൂർവാചാര പക്ഷത്തിൽ 8 സാധനങ്ങളായിട്ട് ഇതിനെ വേർതിരിയുന്നത്. അത് രാശി, രാശികൻ, വശ്യം, ഗണം, മാഹേന്ദ്രം, യോനി, ദിനം, മധ്യമരജ്ജു, വേദം, ശ്രീദർഗം, ഗ്രഹസാമ്യം, ദശാസ്ത്രം. ഇതാണ് ഇത് അഗൂഢമായിട്ടുള്ള 12. ശരിക്ക് പൊരുത്ത നിരൂപണത്തിന് ഒരു ഭാഗ്യമുണ്ട് ഗ്രഹസാമ്യം. അതുകൊണ്ടായിരുന്നു പ്രശ്നമാക്കാരൻ ഇത് ശരിക്കും പറഞ്ഞാല് അത് ഈ അഗൂഢം ഗൂഢം അതില് അഗൂഢം 11 വിധവും 8 വിധവും ഗുണവും. ആ ഗൂഢപൊരുത്തത്തില് ദൃഷ്ടിപ്പൊരുത്തം, മനപ്പൊരുത്തം, രേഖാപൊരുത്തം, ദേഹപൊരുത്തം, സ്ഥാനാവ്യാപ്തിപ്പൊരുത്തം, വിദ്യാവിദ്യപ്പൊരുത്തം, ദൈവശിക്ഷാപൊരുത്തം, ഇത് അഗൂഢമാണ്. ഈ ഗൂഢാഗൂഢ ഭേദങ്ങളിൽ ഒരു വിഷയം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രഹസാമ്യത. ആ ഗ്രഹസാമ്യത ഇതൊരു പൂർവാചാര്യ പക്ഷമാണ്. ആ പൂർവാചാര്യ പക്ഷത്തില് അദ്ദേഹം പ്രധാനമായിട്ട് 2 ശ്ലോകങ്ങളെ കൊണ്ടാണ് അദ്ദേഹം ഇതിനെ അവതരിപ്പിക്കുന്നത്. ഈ കേവലം ചൊവ്വ പാചകം നമ്മുടെ ഒരു എന്താ പറയാ
ഈ വിശദമായിട്ട് ചർച്ച ചെയ്തതിൽ പൂർണ്ണമായിട്ടും ദുർബലനായ പാപഗ്രഹം പാപക്ഷേത്രത്തിൽ പാപദൃഷ്ടനായി വന്നാൽ പാപദൃഷ്ടനായില്ല, പാപദൃഷ്ടനായില്ല, ദൗർബല്യമില്ല, അത് തന്നെയാണ് നമുക്ക് സ്വീകരിക്കുന്നതല്ല, അത് ഒരിക്കലും നിഷേധിക്കേണ്ടതല്ല. അതിൽ നിന്നുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ഈ ജാതകത്തിൽ വരുന്നു എന്നുള്ളത് അദ്ദേഹം അവസാനം പറയുന്നത് 2 ശ്ലോകങ്ങളിൽ അദ്ദേഹം ഈ ഒരു ധനസാമ്യത്തെ പ്രധാനമായിട്ട് കണക്കാക്കിക്കൊള്ളുന്നു. ഒന്ന്, യദ്യസ്തേ അരിമതീശ്വരോ യദിശി യദ്വാ ആര്യസ്യ ക്ഷയി യദ്വാ മാന്മഹീസുതോ യദിസദാ മന്ദസ്ത്രിയോ ജാതകേ വൈദഗ്ധ്യായ ഭവന്തി തേ അധികതരാ രന്ധ്രാജപാലോകിതേ കല്യാണായ നവത്സ മബ്ദ ദശകേകേ ഏഷ്വേത വൈദഗ്ധ്യത. അദ്ദേഹം അവര് കാലം അത് സ്ത്രീയാജാതകേക്ക് അസ്തേ അധിപതീശ്വരോ 7ാമത്തെ രാശിയിൽ 6ഉം 8ഉം പ്രാധാന്യം. ക്ഷയി അരിപശി 6ാം ഭാവാദികളായ ക്ഷീണചന്ദ്രൻ 7ാം ഭാവം. ചന്ദ്രനെ പരാമർശിച്ചിട്ടില്ല എന്ന് പ്രത്യക്ഷത്തിൽ ചന്ദ്രബുധന്മാരെ പരാമർശം, പക്ഷെ ഇദ്ദേഹം ഒരു നാശത്തിന് സാധനമായിട്ട് അനിഷ്ടഭാവത്തോടുകൂടി ദുർബലനായിട്ട് ഏതൊരു ഭാവത്തിൽ നിൽക്കുന്നോ ആ ചന്ദ്രൻ ദോഷകർത്താവാണ്. ഭാവയോഗം ഇല്ലെങ്കിൽ മാന്തിമഹീസുരന്മാര് അഥവാ ശനിയുടെയോ ചൊവ്വാമേന്മാരോ 7ാമത്തെ രാശിയിലില്ല. വൈദഗ്ധ്യായ ഭവന്തി, ഇവര് വൈദഗ്ധ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അഷ്ടമാദികളുടെ യോഗബന്ധങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ അതിന് അതില് ഉത്തരാർത്ഥത്തിൽ പറയാണ്. 2ാമത്തെ ഉത്തരാർത്ഥത്തിലാണ് ചുബേ പരാമർശിച്ചത്. മധ്യസ്ഥോയതി ദൈത്യരാട് അസുതയോ അസ്തേത ശസ്തേതേ. ഈ 7ാമത്തെ രാശിയിൽ ശനി, രാഹു, ചൊവ്വ, ശുക്രൻ അശുഭന്മാരെ വ്യത്യസ്തനാക്കിയില്ല. ക്ഷീണോമനങ്കവരെ ദിശാപതികൃത പാപേക ക്ഷീണോമനങ്കവരെ ദിശാപതികൃത പാപേച ലുബലകൃപ ആപൽസൂചകമാനന്ദിയോ യോഗ അമീ പ്രാർത്ഥന. ഇത് ശ്രീജാതകത്തിൽ അദ്ദേഹം അവസാനം കഴിഞ്ഞു. ഇതി മുനയ ആനേന്തി അമീ യോഗാ പ്രാർത്ഥന. ഈ യോഗങ്ങള് ആപത്തിലായിക്കൊണ്ട് മുനിമാർ പറയുന്നു. ഈ യോഗങ്ങൾ എല്ലാം മുൻജന്മ ദൃഢഭാവം. ഈ ഭാര്യാനാശവും ഭക്തിനാശവും സന്ധിനാശവും പൂർവാർജിതമായ പാപകർമ്മങ്ങളുടെ ഒരു ബാലൻസ് ഷീറ്റായിട്ട് കണക്കാക്കേണ്ടി വരും. ആ ദോഷങ്ങളെ മനസ്സിൽ കൊണ്ട്, ആ ദോഷങ്ങളെ യഥാർത്ഥമായി മനസ്സിൽ കണ്ട് അതിന്റെ വിദ്യാപണ്ണമുള്ള പ്രായശ്ചിത്തം, മുക്തമായ പ്രായശ്ചിത്തം നമ്മൾ വിധിച്ചുകൊണ്ട് മാത്രമേ ഇത് യോജിക്കാം. അത് ഒരു ചെറിയ സംശയം വരാം. 7ാം ഭാവത്തിൽ ചൊവ്വ നിന്നിട്ട് ശനിദൃഷ്ടി വന്നു. നമുക്കൊരു സാമാന്യന ശരീരദൃഷ്ടിയാണല്ലോ മരണം, നിസ്സംശയം പറഞ്ഞത്. ഇത് ലഗ്നത്തിന് ദോഷം ചെയ്തൂടെ? തദ്ദേകദൃഷ്ട്യാ മരണായ കൽപ്പിതോ. ഇത് എവിടത്തേക്ക് കഴിക്കും? ഈ പാപഗ്രഹസ്ഥിതി എങ്ങനെ 7ാം ഭാവത്തെ സ്വാധീനിക്കുമോ അഥവാ തന്റെ ദോഷമായി തീരുമോ? വിവാഹോ ഗ്രഹപ്രദോ പുത്രയോഷിതസ്ഥല
വേസുഗോപത്തിലോ ഇതോന്നാത്ത ഏകദൃഷ്ടിയാണെങ്കിലോ ഇത് തന്നെയല്ലേ ഈ ഭാര്യാസത്തിന്റെ ലക്ഷണം. അത് സ്വയം സംഭവിക്കുമോ? അഥവാ ശുക്രന്റെ ദാമ്പത്യസ്ഥിതിയെ കൊണ്ട് ഭാര്യാസത്തെയും പറഞ്ഞു, വൃഷിനെയും. ശരിക്കും ഇത്തരത്തിലുള്ള ഈ യോഗങ്ങള് ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ള എങ്ങനെ ഒരു ജാതകം കിട്ടിയാൽ സൂക്ഷ്മമായിട്ടൊരു ചിന്തയിൽ ഇത് എങ്ങനെ ഇയാളെ സ്വാധീനിക്കും, ഇത് ഉണ്ടാകാനുള്ള കാരണം, ആ കാരണം മനസ്സിലാക്കി ആ കാരണത്തിന്റെ വേര് പഴുതാനിലേക്ക് യോജിപ്പിക്കാൻ നിന്നാൽ വളരെ പ്രയാസം. ശരിക്ക് നമുക്ക് അവശ്യം തള്ളേണ്ട ഇപ്പം മധ്യരജ്ജു, വേദം, വർഗവേദം, ഷഷം, ഈ 4 വർഗദോഷങ്ങളായിട്ട് അഥവാ മധ്യരജ്ജു, വേദം, വർഗവേദം, ഷഷം. വർഗവേദം പറയുന്നുണ്ട്, വർഗവേദം നമ്മൾ അങ്ങനെ ആരും എടുക്കേണ്ട. വർഗവേദത്തെയും വളരെ ദോഷമായിട്ടാണ് 5 വർഗങ്ങളായിട്ട് ഉത്തരോത്തരം ദോഷ സാധനങ്ങളായിട്ട് അത് ദമ്പതികളുടെ നാശം, സന്താനത്തിന്റെ നാശം, ധനത്തിന്റെ നാശം, മറ്റത് എന്താണ് നരകത്തിന്റെ നാശം, ഇത്തരത്തിലുള്ള 5 ദോഷങ്ങളായിട്ട് ഈ മധ്യദോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ മധ്യരജ്ജു, വേദം, ഷഷ്ടാശ്രമം, ഈ മധ്യരജ്ജു, വേദം, ഷഷ്ടാശ്രമം, വിദ്വാസം, മധ്യദോഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ സൂചിപ്പിച്ച 5 അവസാനം അദ്ദേഹം ഫിൽട്ടർ ചെയ്ത 5 പൊരുത്തങ്ങൾ പറഞ്ഞല്ലോ. 5 പൊരുത്തങ്ങൾക്കാണ് അവസാനം പ്രധാനം. ഈ 5 സാധനങ്ങൾ മതി. അത് 2 ഗ്രന്ഥകാരന്മാരുടെ ഗ്രന്ഥാന്തരം അദ്ദേഹം അവതരിപ്പിച്ച എന്താണ്? രാശികോശോ മാനേജോ ഗണാഖ്യോ സംജ്ഞാഃ സ്ത്രീദുഃഖം അഷ്ടോ വിവാഹയോഗേ പ്രധാനകരിതാഃ. ഇത് അധികമൊക്കെ പറഞ്ഞ പോലെയാണ് ഈ 8 സാധനങ്ങളെ പ്രാധാന്യമായിട്ട് അതിൽ 5 ഏറ്റവും പ്രാധാന്യം. ഈ വർജ്യദോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അതിപ്രധാനമായ ഈ രാശിരാശികളും മുതലായ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഒരുവിധം ചേർക്കാം. നമ്മള് അധികം അങ്ങനെയില്ല, ഗ്രഹസ്ഥിതികളില്ലാതെ പോലെ അവിടെ നമുക്ക് കുറച്ചുകൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പൊരുത്ത വിഷയത്തിൽ വർജ്യദോഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവശ്യം വേണ്ടുന്ന സാമ്യതയുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ ചേർക്കാം. അങ്ങനെ ചേർന്നത് ധാരാളം നിലനിർത്തും. ഏത് പശ്ചാത്തലത്തിലും ഇദ്ദേഹത്തെ ഒഴിവാക്കി പോകാൻ ഇപ്പൊ ആരോഗ്യകാരനാവാം, ഇങ്ങനെയില്ലല്ലോ. ഒരു മഹാരോഗം ഭാര്യ ഉപേക്ഷിച്ച് പോലെ എത്രയുണ്ട്. പിന്നെ ബന്ധുകാരുടെ ആ മഹാരോഗം വന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹം മരിക്കുന്നു കണ്ടാൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിലോ കുടുംബം കഴിയും. കേവലം നമ്മള് ഭാര്യാനാശം, ഭർത്തൃനാശം എന്നല്ല, ഒരാൾക്ക് സാമ്പത്തികമായ അർപ്പണമാണ് സുഖായിക്കുന്നതാണ്. ചില കാരണങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് ബന്ധനാദിയോഗം അനുഭവിക്കാറുള്ളത് ഞാൻ അനുഭവം ഉണ്ടാവുന്നത്. നമ്മളദ്ദേഹം നല്ല ആളുണ്ട്, അദ്ദേഹം ബാങ്ക് മാനേജറാണ്, ശാസ്ത്രബോധമുണ്ട്, ശാസ്ത്ര അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നത്. ഇയാളൊരു ബാങ്കിൽ തട്ടിപ്പെട്ട് ജയിലുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമുക്കൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യും. അദ്ദേഹത്തിന്റെ വീട് ചെയ്തുകൊണ്ട് ശാസ്ത്രീയ അവരെ കൂടെ നിൽക്കും. അവരാരെ വിളിച്ചിട്ടും പോയില്ല. ഇതൊക്കെ ഒരു അനുഭവത്തില് നമുക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ ഈ സ്ത്രീ ഏത് കാലവും നിലനിൽക്കുമോ എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റിംഗ് റിപ്പോർട്ട് ആയിരിക്കല്ലോ ഈ പൊരുത്ത ശോധന. അത് മാനസികമാണ് ചെയ്യുന്നത്, അന്യന്യമുള്ള വശ്യതയാണ്. അപ്പൊ അന്യന്യം വശ്യതയില്ലാത്ത ജീവിതങ്ങൾ എത്രയുണ്ട് നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിക്കാം, അല്ലെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാം, അല്ലെ ധനം ജോലിയുള്ളതുകൊണ്ട് ജീവിക്കാം. ശരിക്ക് പൊരുത്ത വിഷയത്തിൽ, വിവാഹഘടനയിൽ പൊരുത്ത വിഷയത്തില് ഈ നമുക്ക് ആവശ്യം വേണ്ടുന്ന വർജ്യദോഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു 3-4 പൊരുത്തങ്ങൾ അഥവാ വർജ്യദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് പ്രശ്നത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ദോഷരഹിതമായ
സന്ദർഭത്തിനെയും ഗുണം വിധിച്ചിട്ടില്ലേ? ഒരു കാലത്ത് ദോഷമില്ലാത്തത് ഗുണമാക്കി കണക്കാക്കാം. നിയമമുണ്ട്. ഇപ്പൊ ദോഷമില്ലാത്ത അവസ്ഥക്ക് ഗുണങ്ങളൊന്നുമില്ല, ദോഷമില്ല, അതിന് ഗുണമായിട്ട് തന്നെ കണക്കാക്കണം. ഭക്തദോഷങ്ങളൊന്നുമില്ല, ഒരു ഇപ്പോ മദ്യപരിചയമില്ല, ഷഷ്ടാക്ഷരമില്ല, വേദമില്ല, വർഗവേദമില്ല, വിദ്വാസമില്ല, ഒരു ഗണപതിക്കോ ഒരു ശ്രീധർക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യം? ആ ഗുണമായി ഏത് കാലവും നിലനിൽക്കും. അനവധി ദോഷങ്ങളുണ്ട്, 4 ദോഷമുണ്ട്, 10 ഗുണമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ദോഷം തന്നെയാണ് പ്രവർത്തിക്കാതിരിക്കുക. അതിന് ഇത് 2 കാര്യം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആയുസ്സിനെ പരിശോധിക്കണമെന്നില്ല. ഇവര് 2 കൂട്ടും ദീർഘായുസായിട്ട് നിലനിൽക്കും. ഈ വിഷയത്തില് പറഞ്ഞത് 2 കാര്യത്തിന്റെ പരിശോധനയാണ്. ഒന്ന് ആരോഗ്യ വിഷയവും മറ്റൊന്നെന്താണ് സന്താന വിഷയം. ഈ എന്താണ് കന്യായ പുരുഷശിരപ്രദവും നിർമ്മീയ ആയുർഗുണ സന്താനാധിപതയെ വെച്ച് സകലം. ഇത് ഒരു ദാരിദ്ര്യമില്ലാണ്ട് സന്താന പരമ്പരയോടുകൂടി ദീർഘായുസായിട്ട് ജീവിക്കുന്ന ഒരു ലക്ഷണം ഈ ദമ്പതികളുടെ ജാതകത്തിലുണ്ടെങ്കിൽ മറ്റു കാണുന്ന നാശയോഗത്തിന് ചിന്തിച്ച് പരിഹരിച്ചാൽ ആ ദോഷം പരിഹൃതമായി. അങ്ങനെ പരിഹരിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് അങ്ങോട്ട് ചിന്തിക്കണം. ഈ ദശാസന്ധി എന്ന് പറയുന്ന ഒരു അവസരം പരിശോധിക്കാറുള്ളത് ഈ 2 ജാതകത്തെയും ദോഷവാന്മാരായിരിക്കുന്ന ഗ്രഹത്തിലെ ദശാസന്ധി. അഥവാ ദശാസന്ധി ശരിക്ക് 2 വിധത്തിൽ കേവലം നക്ഷത്രദശ മാത്രമല്ല ഇതിൽ നോക്കേണ്ടത്. 2 നക്ഷത്രദശ മാത്രമല്ല, ആ നക്ഷത്രദശയിൽ തന്നെ ദോഷമായ ഗ്രഹങ്ങളുടെ ദോഷകാരണങ്ങളായില്ല. അപ്പം എന്താ ദശ മുതലായ ദോഷവത്തായിരിക്കുന്ന ഗ്രഹത്തിന്റെ ദശാസന്ധി മാത്രമേ നമ്മൾ ഗൗരവമായി സ്വീകരിക്കുന്നുള്ളൂ. ദശാസന്ധിയെ കൊണ്ട് ധാരാളം ജാതകങ്ങൾ യോജിപ്പിക്കാൻ തള്ളിക്കാതിരിക്കുന്നുള്ളൂ. അത്യുത്തമമായ ജാതകങ്ങൾ ഇത് ദശാസന്ധിയുണ്ട്, അത് 14 കൊല്ലത്തിനപ്പുറം ദശാസന്ധി വരും. ശരിക്കും ഒരു ഇല്ലത്തെ ജാതക സ്വതവേ ബ്രാഹ്മണരുടെ ഈ വൈദിക വൃത്തിയുള്ള പെണ്ണുകാരാണ്. അങ്ങനെ ഇത് കൊണ്ടുവന്ന് കാണിച്ചു. 16 വർഷത്തിന് ശേഷം ദശാസന്ധി പറ്റില്ല. ആ കാലഘട്ടം എന്തെങ്കിലും ഒരു ജാതകമൊക്കെ പ്രായശ്ചിത്തം ചെയ്താൽ മതി. സന്താന ഗുണമുണ്ട്, ആയുർഗുണമുണ്ട്. അതുകൊണ്ട് ദശാസന്ധി ബാധിക്കുമെന്നറിയില്ല. ധൈര്യം ഉണ്ടെങ്കിൽ സുഖമായിട്ട് കിട്ടാം, വിവാഹവും കഴിയും. പക്ഷേ അങ്ങനെയൊരു അഭിപ്രായം വന്നാൽ ഇപ്പം നേരത്തെ പറഞ്ഞു, നമ്മൾ ശരിക്കും പറഞ്ഞാല് നമ്മളെ ഇടയില് ഒരു വിവാഹം എങ്ങനെയെങ്കിലും വിവാഹം ഒരു പരമ്പര ഉണ്ടായിത്തീരാൻ നമ്മൾ ശ്രമിക്കേണ്ടത് വിഷയം. അപ്പൊ ഒരാളെ നോക്കി എന്നാ അത് നേരെ ആ പ്രവണത പാടില്ല. എന്തെങ്കിലും ഇപ്പം ഒരു ദോഷേ ഉള്ളൂ, ഒരു ഗുണേ ഉള്ളൂ. ശരി, ഒരു ഗുണം കൂടി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് സമാധാനം. ഈ പൊരുത്തത്തില് രാശിയും വശ്യം ഗ്രാമാഹികം യോനി ദിനം ഇതിലുള്ള ബഹുത്വേന ഒരു പൊരുത്തം കിട്ടിക്കഴിഞ്ഞാൽ വർജ്യദോഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സുഖമായിട്ട് സ്വീകരിക്കാം. ഇനി ഭാര്യാനാശത്തിന്റെയും ഭർത്തൃനാശത്തിന്റെയും ലക്ഷണങ്ങളെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം? സാമ്യത ദോഷസാമ്യം തന്നെയാണ്. ഭാര്യാനാശത്തിന് ഭർത്തൃനാശം, ഭർത്തൃനാശത്തിന് ഭാര്യാനാശം. പക്ഷെ ഇതില് അനവധിപ്പം ഭാവത്തിൽ നിൽക്കുന്ന ദുർബലന്മാരായ പാവഗ്രഹങ്ങളെ കൊണ്ടല്ലാതെ അനവധി ഭർത്തൃനാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൃംശാംശം കൊണ്ട് അനവധി ഭർത്തൃനാശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിടയിൽ വരുമല്ലോ
ഈ ദൃക്സാക്ഷികാരികളെ കൊണ്ടൊക്കെയുള്ള ഭക്തനാശത്തിന് ഒരു സംശയം ഉണ്ടാവുക. ഉദാഹരണത്തിന് ശനിയുടെ സ്വന്തം ദൃക്സാക്ഷി, അവിടെ എന്താവുക? രോഗി, മൃതസ്വയവതി, വിഷമുന്യതാരഹ, ദുഃഖി, പരിച്ഛേദിതോ മരിക്കത്തെ. നമുക്ക് ആ ഫലം ചെയ്യാൻ അയാളെ വിവാഹം കഴിക്കും, ഭാര്യ കഴിക്കും, രണ്ടാമത് അയാളെ വിവാഹം കഴിച്ചാലും സ്വസ്ഥതയുണ്ടാവില്ല. ഇതിനെന്തായിരിക്കും ഇയാൾക്കൊരു വിവാഹ ജീവിതം വേണ്ടേ എന്നുള്ളത് ഒരു ആശങ്ക ഉണ്ടാവും. ഇത് ഈ ജാതക നിരൂപണം എന്ന് പറയുന്ന വിഷയം ഇത്തരത്തിലുള്ള പ്രാകൃത പ്രാരബ്ധങ്ങളെ യഥാവിധി ചിന്തിച്ച് അത് പ്രശ്ന വിഷയത്തിലൂടെ പരിഹരിച്ച് സുഖമായിട്ട് നല്ലൊരു മുഹൂർത്തം, അവിടെയാണ് മുഹൂർത്തത്തിന്റെ ഏറ്റവും ദോഷപ്പെട്ട ജാതകമായാലും അഥവാ ജാതകം ഇല്ല, ഒരാൾക്ക് ജാതകത്തെ പറ്റി യാതൊരു നിശ്ചയമില്ല, നക്ഷത്രം അറിയില്ല, അങ്ങനെ ഒരാൾ ജ്യോതിഷിയെ സമീപിച്ച് ഞങ്ങൾക്ക് ഇതിന് ജ്യോതിശാസ്ത്രത്തിന് വിശ്വാസമില്ല, ഞങ്ങളെ കയ്യിൽ ജാതകമില്ല, നക്ഷത്രം നമുക്ക് വ്യക്തതയില്ല, എന്താണ് നമുക്ക് വിവാഹത്തിന് നല്ല മുഹൂർത്തം തന്നെ പറയുന്നത്? ഇത് ശരിക്കും നമ്മളുടെ ഒരു അഭിജയം മുഹൂർത്തമാണ്. ഫോണിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഒരു അഭിജിത് മുഹൂർത്തമുള്ളതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു കഴിക്കും. സത്യത്തിൽ എല്ലാവരും ഈ പറയുന്നത് ഞാനടക്കം ബാധകാലോ, ഞാനടക്കം ബാധകാലം, എനിക്കടക്കം ഇത്രാം തന്നെയാണ് വരുന്ന മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു സമയം കുറിച്ചാണ് ശരിക്ക് മുഹൂർത്ത വിഷയം. ഈ ഇന്നത്തെ ഘടനയില് മുഹൂർത്ത വിഷയത്തില് വരുന്ന അഭിജയം പല വിവാഹത്തിന്റെയും അസ്വാരസ്യത്തിന് കാരണമാണ്. ആ മുഹൂർത്ത വിഷയം ഇത്തരത്തിലുള്ള ഒരു പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇതിന് മുഹൂർത്ത വിഷയം. നമ്മള് ഈ അനവധി പക്ഷാന്തരങ്ങൾ ഇപ്പൊ മാധവീയം എന്ന് പരിശോധിച്ചാൽ നമുക്ക് എന്തിനും എങ്ങനെയും ഒരു അപവാദങ്ങൾ ധാരാളം. എന്നാലും ശരി, അപവാദങ്ങളായാലും ഒരു ഗ്രന്ഥത്തെ സ്മരിച്ചുകൊണ്ടൊരു വിഷയം എഴുതി കൊടുത്താൽ ആ പരമ്പരയും ആ ശാസ്ത്രഗ്രന്ഥങ്ങളും നമ്മുടെ കൂടെ. ഇനി അസുഖേ ഒരു ഗ്രന്ഥം പഠിക്കാനല്ല, ആ ഗ്രന്ഥം ഉപാസിക്കലാശം. അന്നേരം ഉദാഹരണം പറഞ്ഞു ഉപാസനാക്രമത്തില് ഏതാണോ അവനവൻ കൈകാര്യം ചെയ്യുന്ന വിഷയം അതിൻ്റെ ഒരു പഠനം ശരിക്കും ഉപാസനയാണ്. അത്തരത്തിലൊരു ചെറിയൊരു മുഹൂർത്തം, ചെറിയ മുഴുവനായിട്ട് കൈകാര്യത്തിന് മുഹൂർത്തമൊന്നും കിട്ടില്ല, എന്നാലും അത്യാവശ്യം രാശിയും നക്ഷത്രവും തിഥിയും കാലവും നോക്കി ഒരു ശുഭമായ ബാക്കിയുള്ളതിനൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഇന്ന ഭാവത്തിലൊക്കെ പ്രാവഗ്രഹങ്ങളുടെ അതിനൊക്കെ ഇതിന് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തമമായ മുഹൂർത്തത്തില് വിവാഹം നടത്തിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് വേണ്ടൊരു കാലമാണ്. അഷ്ടമത്തിലെ ചൊവ്വ അല്ലെ ഏഴിലെ ചൊവ്വ, ഇതിലൊക്കെ വൃത്തിയായിട്ട് അതിനൊരു പരിഹാരം വിളിച്ചിട്ടുണ്ട്. ആ പരിഹാരം യഥാർത്ഥ വിവാഹത്തിൽ അങ്ങനെ രണ്ട് ജാതകങ്ങളെ കിട്ടി. ബാക്കിയുള്ള ഈ മനപ്പുറത്തും എന്താ ഈ പറഞ്ഞല്ലോ ഈ ഇതൊന്നും ഒരവസാനം പറഞ്ഞു മറ്റേ പറഞ്ഞല്ലോ ശേഷം അതിന് ഈ കന്യാദാനത്തിൽ ആദ്യം പറഞ്ഞത് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഈ ആജൂരെ സമീപേത നാട്ടിന്റെ നാട്ടുകളെ ഒക്കെ ഷട്സുകന്യാഗീയതേ ഈ പുനംജ ശീലംജ വധുപരിഷ്ഠ വിദ്യാച സദാന്താച ഏതേവനെ സപ്തഗുണാൻ നിരീക്ഷ്യ ദയാസുതാ ശേഷമന്ത്രിയും. ഈ ജാതകത്തെക്കാളും അഭൂതപുരുഷത്തില് ആ വരന്റെയോ വധുവിന്റെയോ പശ്ചാത്തലം ആ എത്ര നല്ല ജാതകായാലും അദ്ദേഹത്തിന് സ്വഭാവങ്ങളുള്ള ഒരു സ്വഭാവദോഷമുള്ള ഒരാളാണെങ്കിൽ
ഈ ജാതകത്തെ മാറ്റം. അപ്പോ ആ കുലം കൊണ്ടും വിദ്യ കൊണ്ടും രക്ഷിതാക്കളെ കൊണ്ടൊക്കെ ഒരു ശ്രേഷ്ഠതയുള്ള പരമ്പരയാണെങ്കിൽ അത് വേഗം അത്യാവശ്യം ദീർഘായുസ്സും സന്താനലബ്ധിയും മനസ്സിലാക്കി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി വജ്രദോഷങ്ങളെ ഒഴിവാക്കി അവശ്യം വേണ്ടുന്ന പൊരുത്തങ്ങൾ ആവശ്യമിച്ച ഒരു 2-3 പൊരുത്തങ്ങൾ ഈ വജ്രദോഷങ്ങളില്ലാതെ 2 പൊരുത്തമൊക്കെ ഉള്ളത് സുഖമായി ഘടിപ്പിച്ചിട്ട് ഇന്നും വളരെ ഐശ്വര്യമായിട്ട് ജീവിക്കുന്ന അനുഭവം. അത്തരത്തിലൊരു പദ്ധതി നമ്മുടെ ഇടയിൽ വരണം. പക്ഷെ എല്ലാം നമ്മൾ ഈ ചർച്ച ചെയ്ത 2 പ്രബന്ധങ്ങളും ആ ദോഷത്തിന്റെ കാഠിന്യം ഞാൻ കേട്ട സ്ഥിതിക്ക് ഈ സ്ത്രീജാതകായാലും പുരുഷജാതകായാലും ദോഷത്തിന്റെ കാഠിന്യം ഉറപ്പുവരുത്തിയിട്ട് ദോഷം ഉണ്ടെന്ന് വിധിക്കേണ്ടതുള്ളൂ. ഒറ്റ നോട്ടത്തില് പ്രത്യക്ഷത്തിലേക്ക്. അതുപോലെ ബലവിഷയം, ഗ്രഹത്തിന്റെ ബലവിഷയം, അഷ്ടമത്തിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾക്കൊക്കെ ഉച്ചസ്ഥിതി വന്നാൽ നല്ലതും തിരിച്ചിട്ടില്ല. തുങ്കസ്ഥ ഗഗനാടന ശുഭകര ശരിക്കും അവിടെ കുറെ പറഞ്ഞു. രന്ദ്രേ പിന്നെ പറഞ്ഞു രന്ദ്രേ സഭാവേ വധുവൈകല്യം സംവേദി. എപ്പോ പാപവരെ പാപഗ്രഹാരോഗ്യരെ രന്ദ്രേ ശംശപദോ ഖരേ ച വിധവാദി സംശയം ഭാവി. അഷ്ടമഭാവം പാപക്ഷേത്രമാണ്. അഷ്ടമത്തിൽ പാപഗ്രഹം വരുമ്പോൾ അഷ്ടമാതിൽ ദുർബലനാവണം. അഷ്ടമത്തിൽ നിൽക്കുന്ന പാപഗ്രഹത്തിന് ദുർബലമാണ്. അഷ്ടമാതിന്റെ നവാംശകാലിൽ പാപഗ്രഹമാണ്. ഇത്രയൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ വൈദവ്യം എന്നുള്ളത് ഭക്തന്മാരല്ല ശരിക്കും. ഒരാൾ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് അനുഭവം വൈദവ്യല്ലേ. വിവാഹം കഴിഞ്ഞ് ഒഴിവാക്കിയ അവർക്ക് എന്താ ശരിക്കും വിധവത എന്നുള്ളത് ശരിക്കും വിഗതോ ശരിക്കും ആ ഭാവം സ്ത്രീ അനുഭവിക്കുക. ഭർത്താവുണ്ട്, എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് പ്രയോജനമില്ല, എന്റെ വിവാഹം കഴിഞ്ഞില്ല, അത് ഭർത്താവില്ലാത്ത അവസ്ഥയാണ്. അഥവാ അത് കേട്ട് വന്ന കുലദോഷമത്തിനായിട്ട് നടന്നു പോയിട്ട് ഭക്തിസുഖം അനുഭവിക്കില്ല. ഇത്തരത്തിലുള്ള ദുര്യോധനങ്ങളെ യഥാവിധി നല്ലവണ്ണം അവഗണിച്ച് മാത്രമേ നമ്മൾ തള്ളേണ്ടതുള്ളൂ. ഇനി ബാക്കിയുള്ള നല്ല പൊരുത്തങ്ങളൊക്കെയുള്ള ജാതകമാണെങ്കിൽ ഗ്രഹസാമ്യം ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പൊരുത്തങ്ങൾ ധാരാളം. ഇപ്പം സ്ത്രീകൾക്കായി ധാരാളം ദീർഘായുഗങ്ങളായ പൊരുത്തങ്ങളുണ്ടെങ്കിൽ യഥാവിധി പ്രായശ്ചിത്തം ചെയ്തിട്ട് സുഖമായിട്ടിരിക്കാം. അത്തരത്തിലുള്ള ഒരു പ്രായശ്ചിത്ത വിധി നമ്മൾ മനസ്സിലാക്കാത്തത് നമ്മൾ പക്ഷേ ധാരാളം ഈ തമിഴ്നാട് പോലെ ധാരാളം ഈ ചൊവ്വാദോഷത്തിന്റെ പരിഹാരം അവർക്ക് ജാതകഗ്രഹസ്ഥിതി പരിശോധിച്ചാലും പരിശോധിച്ചില്ലെങ്കിലും ചൊവ്വാദോഷത്തിന്റെ പരിഹാരം തമിഴ്നാട്ടിൽ ധാരാളം ചെയ്തിട്ടുണ്ട്. വിവാഹം അവരൊറ്റ നോക്കും, ചൊവ്വയിട്ട് നോക്കിയിട്ട് അതിനൊരു പരിഹാരം ചെയ്തിട്ട് വിവാഹം ചെയ്തിട്ട് അധികവും സക്സസ് ആയിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ഘടനാരീതി നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ വേണ്ടത്. അതിന് നമുക്കൊരു ഈ വിരലൂന്നുന്നത് പൊരുത്ത വിഷയത്തിലേറെ തള്ളണം. അതിന് പ്രധാനം 3 മധ്യവലിച്ചു, 3 വേദം, ശാസ്ത്രം. ഈ 3 കാര്യങ്ങളെ നമുക്ക് എത്ര ഗുണമുണ്ടായാലും നമുക്ക് ദോഷമായി. ശാസ്ത്രത്തിനൊക്കെ ഏകാധിപത്യത്തിലൂടെ അനവധി അപവാദമാണ്. ശാസ്ത്രം എന്ന് വെച്ചാല് ഈ ദോഷത്തെ ഏറ്റവും ഗൗരവമുള്ളതും ഏറ്റവും അപാരമുള്ള ഒരു വിഷയം കൂടിയാണ്. അനവധി പ്രമാണങ്ങൾ ഈ അത് അധിമൈത്രിയുണ്ട്, രാശിപതിയുണ്ട്. ശരിക്കും ഈ തൽക്കാല ബന്ധത്തോട് ഇതിൽ ചിന്തിക്കാൻ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്.
വിവാഹ വിഷയത്തിലാണ് രത്നാദിപശ്ച സുഹൃതശ്ച കടത്തവശ്ച ഭാര്യാജ തൽഗുണഭിമാനോ മിത്രഭൂത. എത്ര രാശിക്ക് കിട്ടും? ലഗ്നത്തിന് 7-ാം ഭാവം എത്ര രാശിക്കാർ കിട്ടുക? വളരെ ദുർലഭമായിട്ടല്ലേ? സമന്മാരായിരുന്നു. അതിന്റെ അപ്പുറം കിട്ടാൻ പ്രയാസം. പക്ഷെ അത് തൽക്കാല ബന്ധുത്വമാണ്. ഇത് ചിന്തിക്കുമ്പോൾ, ഈ അധിപമേത്യാദികൾ ചിന്തിക്കുമ്പോൾ തൽക്കാല ബന്ധുത്വവും കൂടി നിർണ്ണയിക്കാം എന്നുള്ള ലൈസൻസ് അവിടെ തരിക. തൽക്കാല ബന്ധുത്വവും കൂടി ചിന്തിച്ച് സുഖമായിട്ട് മറ്റൊന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രശ്നത്തെയാണ്. വിവാഹ പ്രശ്നം ഇവിടെ ധാരാളം പ്രശ്നമൊക്കെ ഉണ്ട്. വിവാഹ പ്രശ്നം വളരെ കുറവാണ്. ആരും നോക്കലില്ല. ഈ ചെറുങ്ങനെ മുന്നിൽ പറ്റിയാൽ വരെ ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കിയിട്ടുള്ള ഒരു വിവാഹത്തിന് ഒരു മണിക്കൂർ ഒരാളെ വിളിച്ചിട്ട് ഒരു രാശി ഒപ്പിച്ചിട്ട് എന്തെങ്കിലും വല്ല ദോഷങ്ങളുണ്ടോ? ശരിക്ക് പ്രശ്നശാസ്ത്രത്തിന്റെ മർമ്മങ്ങൾ പ്രയോഗിച്ചത് വിവാഹത്യാഗത്തിലാണ്. ഒരു ആരൂഢത്തിന്റെ അനിശ്ചിതത്വം വന്നാൽ എന്താ ഫലം എന്ന് പറഞ്ഞത് വിവാഹത്യാഗത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലെ? ഒരു പ്രശ്നം ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് വിവാഹത്യാഗത്തിലാണ്. ഈ പൊരുത്ത വിഷയത്തിലാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ പൊരുത്ത ശോധനയിലാണ് മുഴുവനും അക്ഷരങ്ങളിൽ നിരൂപണം പോയത്. പൃച്ഛ എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞല്ലോ. സംഭൃച്ഛേത് സർവ്വേവം. അവിടെ ഒന്നുകൂടി ഇതിന് ക്രമം ഒന്നുകൂടി നിഷ്കർഷയോടുകൂടി പറഞ്ഞ അദ്ദേഹം എവിടെയാ? ഇപ്പം സ്വർണം രാശിയുടെ പുറത്ത് പോയി എന്ത് ചെയ്യും? എവിടെയാ പറഞ്ഞത്? അവിടെ മാത്രമേ അതായത് പറഞ്ഞിട്ടുള്ളൂ. എന്തിനാ ഇത്ര ഗൗരവ വിഷയം ഈ അധ്യായത്തിൽ കൊണ്ടുപോയത്? ആ അധ്യായത്തെ കൊണ്ട് ഉത്തരാർത്ഥം തുടങ്ങി. ഏറ്റവും കൂടി പൂർവാർത്ഥത്തിന്റെ പിന്തുണമായിട്ടുള്ള ഉത്തരാർത്ഥം തുടങ്ങുന്ന അവിടുന്നാണ്. അനവധി നിമിത്തങ്ങൾ, അനവധി കാര്യങ്ങൾ, ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഇപ്പൊ ഈ പറഞ്ഞ നക്ഷത്രത്തിലെ മൃഗോ കക്ഷിയൊക്കെ യഥാവിധി ഹൈക്കോടതി വാദത്തിനുള്ള സാധനമായിരുന്നു. നിങ്ങൾ ഏകസേന വൈരുദ്ധ്യമോ മധ്യലക്ഷണ സംശയമോ എന്നെ ചെല്ലുമ്പോ ഈ സാധനങ്ങൾ പലതും വെറുതെ വിവാഹബന്ധത്തിന് പറഞ്ഞു പോയതല്ല. ഈ സാധനങ്ങൾ മുഴുവൻ ശരിക്ക് ഈ അത്യാവശ്യം നമുക്ക് ജാതക പൊരുത്തം കൊണ്ട് കുറച്ച് വിലക്കുറവ്, പൊരുത്തം അധികമില്ല, നല്ലൊരു ബന്ധമാണ്. അതൊരു വിവാഹ പ്രശ്നത്തിലൂടെ ഉത്തമ സമയത്തിലേക്ക് നിശ്ചയിച്ചു കൊടുക്കുന്നതിലും യാതൊരു ദോഷവും ഇല്ല. അവിടെ അനവധി നിമിത്തങ്ങളാ. ഇതൊക്കെ കണ്ടാലും എത്ര ഗുണം ജാതകത്തിൽ കണ്ടാലും ജ്യോത്സ്യനോട് ഘടിപ്പിക്കണ്ടാന്ന് പറഞ്ഞൊരു അധ്യായം അത് മാത്രമേ പറഞ്ഞല്ലോ. ഇത് 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 വേണ്ട, ഈ സംഗതി ചെയ്യേണ്ട, അങ്ങനെ പറഞ്ഞോളൂ. ശരിക്ക് വിവാഹ പ്രശ്നത്തില് ഈ ഇത്രയൊക്കെ ഗുണങ്ങൾ കണ്ടാലും ഗ്രഹം കാലേ അസ്മാക്ഷേ വിപരീതത ഗ്രഹം കാലേ. അവിടെ നിങ്ങൾ ബുദ്ധിമാനായ ജ്യോത്സ്യനാണെങ്കിൽ അത് നടത്താൻ കേട്ടോ. ഇട്ടേക്കും വേറെ അധ്യായത്തിലും അങ്ങനെ എവിടെയെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചോളൂന്ന് പറഞ്ഞ ആഗ്രഹമാണ്. അത് നടത്തണ്ട. എന്താ വെച്ചാൽ ഏറ്റവും ഇത് ഒരു നല്ല പരമ്പരയെ വാർത്തെടുക്കുന്നുണ്ട്. ഒരു കോംപ്രമൈസും ഇല്ലാതെ ഇതിൽ നിന്നാണല്ലോ ഒരു പരമ്പര ഉണ്ടാവുന്നത്. ശരിക്ക് വിവാഹ പ്രശ്നം എന്നുള്ളത് ശരിക്കും നമുക്ക് നിർദ്ദേശിക്കാലോ. ഒരു സംശയം വന്നാലോ, അല്ലെ ഒരു രാശി കൂടി വെച്ചിട്ടാവാം. ഒരു രാശി കൂടി വെച്ചിട്ടാവാം. എത്ര അനാവശ്യ കാര്യത്തിൽ രാശി വെക്കുന്നത് നമ്മൾ 3-4 ദിവസം വേണ്ടാവില്ല. അല്ലെ ഒരു രാവിലെ വെച്ച് ഒരു ഉച്ചയാകുമ്പോൾ തീർക്കാനും ഒരു വിഷയം പ്രാർത്ഥിച്ചൊരു രാശി വെച്ച് അതിലൂടെ നമുക്ക് ഒരു ദൃഢീകരണം വരുത്തിയാൽ ഇന്നത്തെ വിവാഹ ഘടന ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറിപ്പ് നോക്കിയിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു സൂക്ഷ്മമായി സമന്വയെ സെലക്ട് ചെയ്തെടുക്കാം.
ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യാം. നല്ലതെന്ന് വെച്ചാൽ ഗ്രഹസ്ഥിനെ കൊണ്ടും മറ്റുള്ള വിഷയങ്ങളെ കൊണ്ടും നല്ലത് സെലക്ട് ചെയ്താൽ പൊരുത്തങ്ങളെ ഒരു സൂക്ഷ്മ നിരൂപണം ചെയ്തിട്ട് അത്യാവശ്യം ഗോചരദൃഷ്ടിയാ കാണുന്ന ജാതകത്തിലെ വൈദഗ്ധ്യാദി ദുരിതങ്ങൾക്ക് ഏലകേല പരിഹാരം ഉണ്ടെങ്കിൽ ആ പരിഹാരത്തെ കണക്കാക്കി ഒരു രാശിയിലൂടെ ശുഭമായ മുഹൂർത്തത്തിൽ നടത്തിയാൽ ഇത് ഏത് കാലത്തും അത് ധനത്തോടും സമ്പത്തോടും സന്താനത്തോടും നിലനിൽക്കും എന്നുള്ളത് നമുക്ക് ശരിക്ക് നമുക്ക് ഉറപ്പിച്ചു പോകാൻ പറ്റുന്നതാണ് നമ്മുടെ ശാസ്ത്രത്തിന്റെ പദ്ധതി. ശരിക്ക് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ മനസ്സിലാൽ ഈ പറഞ്ഞ പോലെ 10 കുറിപ്പ് ഇത് എങ്ങനെയാ ഇത് പരിശോധിക്കുക എന്നുള്ളത് സാധ്യതയുണ്ട് അല്ലെ? 10 കുറിപ്പ്. പിന്നെ ഞാൻ പറയുന്നില്ല, ചില എന്റെ തൊട്ടിട്ടാണ് ഒരു കുറിപ്പിനിട്ടാണ് ഈ 10 കുറിപ്പ് കൊണ്ടുവന്നാല് 10 കുറിപ്പ് ഒരു വിഷമായിരിക്കും. ഈ 10 കുറിപ്പ് നോക്കി അത്യാവശ്യം ഒരു സിസ്റ്റം ഒരു കുറിപ്പിൽ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്താ വെച്ചാൽ അധികം ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. എടുത്തു വെച്ചത് പണിയാ, ഇത് അധികം ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഒരു 2 എണ്ണം കൊണ്ടുപോയി സമാധാനത്തിൽ നോക്കാൻ പറ്റും. ശരിക്ക് ഒന്ന് മറ്റൊന്ന് ചിന്തിക്കേണ്ടത്, ഈ കേവലം ഒരു കുറിപ്പ് വന്നാലും ആ ജാതകത്തെ ശുദ്ധീകരിച്ചൊന്ന് ഗണിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഗണിച്ചു നോക്കി ശരിക്ക് ഈ ജാതക രൂപത്തിൽ നവാംശം തുംശാംശാദികൾ അനവധി അക്ഷരങ്ങളില്ല, നവാംശങ്ങളില്ല, തുംശാംശങ്ങളില്ല. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിന് ഇതര ദോഷങ്ങൾ തള്ളിപ്പോ, ദോഷങ്ങൾ തള്ളിപ്പോ. അക്ഷരവർഗത്തിന്റെ ചിന്തയിലും തുംശാംശത്തിന്റെ ചിന്തയിലൊക്കെ ഈ അത്യാവശ്യം സാമാന്യ ദോഷങ്ങൾ മുഴുവൻ തള്ളിപ്പോ. അത് നമ്മളിപ്പോ ഏറ്റവും ഒരു ഗൗരവം കൊടുക്കുന്ന എന്താ, ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങളുടെ ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പൊ 7 8 ശുഭഗ്രഹങ്ങളിലെ ഗ്രഹങ്ങളില്ലാന്ന് പറഞ്ഞാൽ അത് ശുദ്ധയാത്രയല്ല. ശരിക്കും ആ ശുദ്ധയാത്രത്തിൽ എത്ര ദോഷം ഉണ്ടാവും പറയും. ഇപ്പോ ഒരു ശനി എവിടെ നിന്നോട്ടെ സ്വന്തം വംശാംശത്തിലാണ് ആരും ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോ ശനി വിശ്വസനായി 3 ശനി ഉണ്ടാവാം, ഒരു കുഴപ്പമില്ല. വംശാംശമൊക്കെ ഇത്രയാണെന്ന് ആരും ശ്രദ്ധിക്കില്ല. നമുക്കൊക്കെ ഒരുപാട് ഇപ്പം എന്നെ സംബന്ധിച്ച് ഇതില്ലാതെ ഭയം എടുക്കുന്നത്. ഞാൻ ഒരാളൊന്ന് വിളിച്ചു, അത് എൻ്റെ ഒരു അനുഭവം. അത് എനിക്കൊരു ചെറിയ പ്രായത്തിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവം. അതുകൊണ്ട് വിവാഹം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടാണെങ്കിൽ ഞാൻ ഒരാളോട് വിളിച്ചു, നിങ്ങൾ നാളെ മറ്റന്നാളോ വരി മതി. നിങ്ങളെ ഒരു എന്താ പറയുക, അത്രയും പാണ്ഡിത്യവും അത്രയും സൂക്ഷ്മതയുള്ള ആൾക്ക് പോലും ഇത് നമ്മള് എങ്ങനെ ഗ്രഹിക്കണം. ഇപ്പൊ ഈ 2 പ്രബന്ധത്തിലൂടെയും നിർണയിച്ച ഈ സൂക്ഷ്മീകരണം വളരെ നന്നായിട്ടുണ്ട്. ആ സൂക്ഷ്മീകരണത്തെ അടിസ്ഥാനപ്പെടുത്തി പൊരുത്ത ശോധന നന്നായിട്ട് ചെയ്ത് നല്ലൊരു മുഹൂർത്തകാലം. പക്ഷെ ആ നിശ്ചയിക്കുന്നതിന് മുമ്പേ ഒരു പ്രശ്നാപേക്ഷ ഇതിന് വേണം. വിവാഹ പ്രശ്നം വേണ്ടത് മുൻപ് നമ്മൾ അങ്ങനെ ഒരു ഇപ്പൊ എല്ലാം നേരെ ഒരു രാശി വെക്കാം, വീട്ടിൽ വെച്ചാൽ മതി. ഇനിയിപ്പം ചില ആൾക്കാർ ഒപ്പിക്കേണ്ട സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത്തരത്തിൽ താല്പര്യമുള്ളവരോട് ഇത് ഒന്നുകൂടി വെച്ചിട്ട് തീരുമാനിക്കാം. ഇപ്പം നമ്മള് എത്രയോ കാലത്തേക്ക് വേണ്ടിയില്ല അത്തരത്തിലുള്ള ഒരു പ്രവണത നമ്മളുടെ ജ്യോത്സ്യന്മാരുടെ ഭാഗത്ത് വേണം. മറ്റൊന്ന് ഗ്രഹസാമ്യതയെ ശരിക്കും പറഞ്ഞാല് ഈ കൂറുകൾ തമ്മിലുള്ള മൈത്രത അത് വലിയൊരു സാധനം തന്നെയാണ്. അപ്പൊ 7 8 പാപഗ്രഹങ്ങൾ നിന്നിട്ടുണ്ടെങ്കിലും ഈ 2 ജാതകങ്ങളുടെയും ഒരുപാട് ഇതില്
ഏറ്റവും അധികവൈദ്യാണ്. ആ അധികവൈദ്യ സ്വീകരിക്കാനുള്ള ഹേതു തന്നെ രാശികൾ തമ്മിലുള്ള ഈ രംഗവും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വശ്യതയുണ്ടെങ്കിൽ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും സമാധാനം. ഒരു ഏകാഭിപ്രായം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഏകാഭിപ്രായം ഇല്ലാത്തതാണ് വിവാഹത്തിലൂടെ. ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം പുതിയൊരു ഏർപ്പാടുണ്ടല്ലോ, വിവാഹം കഴിയാതെ ഒരുമിച്ച് താമസിക്കാനുള്ളത്. എന്താ ഇന്ന് ഇന്ത്യയിൽ ഇപ്പൊ അത്യാവശ്യം പ്രധാന സ്ഥിതികളിലല്ല ധാരാളമുണ്ട്. ആ കാലഘട്ടത്തിലും ഒരു ഇത്തരത്തിലേക്ക് പോകുന്ന ഒരു അപജയം തടയാൻ നമുക്ക് സാധിക്കണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഒന്ന് ജനങ്ങളുടെ അങ്ങനെ ശരിയാവുന്നില്ല, ജാതകം നോക്കിയാൽ ശരിയാവുന്ന അഭിപ്രായം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്ക് നഗ്നമായിട്ടുള്ളൊരു സത്യമാണ്. ശരിക്കും വേണ്ട, നോക്കണ്ട ബാക്കിയുള്ള കാര്യത്തിന് ജാതകമൊന്നും നോക്കണ്ട. നമുക്കൊരു മുഹൂർത്തം അത്യാവശ്യം ജ്യോതിഷത്തിനോട് വിശ്വാസം ഉണ്ടെന്നാണ്. പക്ഷെ ജ്യോതിഷത്തിൽ പോയാൽ അപകടാവുമെന്നുള്ള ധാരണയില് ഒരു മുഹൂർത്തം പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ആൾക്കാർ. ഇത് ഒരു പദ്ധതി ശരിക്കും വേണ്ടത് നമ്മള് ഈ വിവാഹഘടനയുടെ അടിസ്ഥാനം പറഞ്ഞ ഈ 20-ാം അധ്യായം, ആ 20-ാം ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. ആ 20-ാം അധ്യായത്തിൽ പറഞ്ഞ വസ്തുതകൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ അപവാദങ്ങൾ തന്നെ എപ്പോഴും അപവാദാത്മകമായിട്ട് ഈ ശാസ്ത്രത്തിന് ഏകപക്ഷീയാവുന്നത്. അപവാദാത്മകമായിട്ട് ഇതിനെ എങ്ങനെ വന്നാൽ എന്തെങ്കിലും പരിഹരിക്കാനുള്ള ഒരു വിധിയുണ്ടോ? അതിനൊക്കെ പല ഉപദേശം ഉണ്ടാവും. പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ വന്നാൽ മതിയെങ്കിൽ ഇങ്ങനൊരു സുഖമായിട്ടൊരു രാശിയുടെ മേല വിവാഹം നടത്തിയിട്ട് ഭംഗിയായിട്ട് കൊടുക്കുന്ന ഇപ്പോൾ അങ്ങനൊരു പദ്ധതി ഉണ്ടാക്കിയാല് ശരിക്ക് നമുക്ക് ഈ ഇന്നത്തെ ഈ ജ്യോതിശാസ്ത്രത്തിന്റെ വിവാഹ വിഷയത്തിലുള്ള ദുഷ്പേര് മാറ്റിക്കിട്ടാണ്. അതിന് ശരിക്കും പറഞ്ഞാല് നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഈ മിഥുനം മാട്രിമോണിയിലോട് കേവലം ഇത്തരത്തില് നമ്മൾ ഈ കൂടിയ ആൾക്കാർക്കെങ്കിലും ഇതൊന്ന് പരിശ്രമിക്കാറ്. ഇപ്പൊ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വരുന്നതല്ല. എത്രയോ കാലങ്ങളായിട്ട് നമ്മള് ആകെ 1-2 പ്രമാണങ്ങളെ മാത്രമാണ് നമുക്ക് ഇതിന് ആശ്രയിച്ചിട്ടുള്ളത്. അത് തെക്കോട്ടായാലും ശരി വടക്കോട്ടായാലും ശരി ഒരു കാര്യമായിട്ട് ചെറിയ ഭേദമുള്ളതേ ഉള്ളൂ. അല്ലെ, ദമ്പത്യ ഒരു ഐക്യകാലെ ഞങ്ങൾ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ചൊവ്വ ശരി എന്നുള്ള ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ഈ തത്സാമ്യ എന്നുള്ള പദം എന്താണ് സാമ്യമാവേണ്ടത്? അത് കേവലം ഭാവസാമ്യം മാത്രമാണ്. അല്ലാതെ അത് തത്സാമ്യാന്ന് വെച്ചാല് ശരിക്ക് ആ നക്ഷത്രാദികളെ കൊണ്ടുണ്ടാവുന്ന ആ 2 ലഗ്നങ്ങളുടെയും മനസ്സിന്റെ സാമ്യതയുണ്ട്. 2 ജാതകങ്ങളും ഒരു സാമ്യമായിട്ട് ഒരേ മനസ്സിൽ പോകാനുള്ള 10 മാസവും വൈദഗ്ധ്യമൊക്കെ ഏത് കാലത്തും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ജാതകത്തെ ഭേദിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ജാതകത്തെ ഭേദിക്കാനുള്ള ദുരിതങ്ങളുള്ള സ്ഥലത്ത് ഈ ഇത്തരത്തിലുള്ള ജാതകത്തിലുള്ള പ്രബലമായ രോഗങ്ങൾ ഇപ്പൊ ഗുരുദേവത്തിന്റെ സർപ്പശാഭാവിയാകുന്ന ജാതകം വിദ്യതേ മൂലം ഇപ്പൊ ഇവർക്ക് ധാരാളം ഇതുണ്ട്. പക്ഷേ ഈ ഇതിൽ അത്തരത്തിൽ കാണുന്ന ദശാസന്ധിയായാലും ദുര്യോഗങ്ങളായാലും അതിന് യഥാവിധി ഒരു പരിഹാരം നിർദ്ദേശിക്കാമെന്നുള്ളതാണ് നമ്മളെ വേണ്ടത്. നമുക്ക് ആവാലോ ധാരാളം ആൾക്കാർ വരുന്നത്. ഇപ്പം വിവാഹം കഴിഞ്ഞ ശേഷം എന്താ കഴിച്ചു പോയി ഞങ്ങൾക്ക് മനസ്സോടുകൂടി അത് അവസാനം ആരാലും പറഞ്ഞല്ലോ ഇതൊക്കെ തള്ളിയാലും മനസ്സുമാക്കി അതില്ലെങ്കിൽ അവസാന അധ്യായത്തിന്റെ ആ 20-ാം അധ്യായം അവസാനിക്കുമെന്ന് പറഞ്ഞല്ലോ.
ഇത് മനസ്സിന്റെ തൃപ്തിയിൽ നിന്ന് അധികമായിട്ട് മറ്റൊന്നും ആലോചിക്കേണ്ട. ഇതെന്തെങ്കിലും ബാക്കിയൊക്കെ ആ വിഷയം നമുക്ക് കണക്കാക്കിക്കൊണ്ട് വേണം ഒരു വൃത്തിയായിട്ട് ഒരു ചർച്ചയുടെ ഒരു പദ്ധതി ഉണ്ടാക്കി നമുക്ക് അത്തരത്തിലുള്ള അനുഭവം വരില്ല. ഇപ്പൊ ഈ എന്താ പറയാ, നമുക്ക് ആദ്യം ഭയം നമുക്കുണ്ടാവും. പക്ഷേ നമുക്ക് ആദ്യമായിട്ട് രാശിയൊന്നും അങ്ങനെയല്ലേ, എനിക്കൊക്കെ അങ്ങനെയാണ്. ഇത് രാശി എന്ന് പറഞ്ഞാൽ ഇതൊരു ഫലം പറയും. ആ ഫലം പറഞ്ഞ് ശരിയായ രണ്ടാമതാക്കുന്നത് അങ്ങനെ പൊട്ടിച്ചു. പിന്നെ ഇത് ട്രാക്കിൽ കയറിയാൽ എന്താ, കണ്ണും കൂടിയിട്ട് പറയും. ഈ വലിയ വലയത്തിനുള്ള ചാടി ചെറിയ വലയത്തിനുള്ള ചാടി അവസാനം വളയില്ലാണ്ട് ചാടാനായി ജ്യോതിശാസ്ത്രത്തിന്റെ അഭ്യാസം. അത് ഒരു അതിനൊരു പദ്ധതി നമ്മളോട് ഉണ്ടാക്കി വെക്കാം. ഒരു അത്യാവശ്യം തള്ളേണ്ട തള്ളി ഗുണം സ്വീകരിച്ച് ഇത്തരത്തിലൊരു ദോഷമുണ്ട് കേട്ടോ, ഇന്ന കാലം ശ്രദ്ധിക്കണം, ഇതേപോലെ ഈശ്വരസ്ഥാപനാദികൾ ചെയ്ത് വേണം നിങ്ങൾ പോവാൻ എന്ന് നിർദ്ദേശിച്ചു കൊടുത്താല് സുഖായിട്ട് ഈ ദ്വാത്രിംശത് യോഗമുള്ളത് അനുഭവത്തില് ഈ ദ്വാത്രിംശത് യോഗം വിവാഹം വന്നു, എല്ലാവരും വിവാഹം നടത്താം, സന്താനം 5 അഞ്ചാളും നല്ല പ്രബലന്മാരാണ്. 12 വയസ്സിൽ നിന്ന് 5 കുട്ടികളുണ്ടായി. ചില യോഗങ്ങളെ നമ്മൾ മുന്നിൽ കണ്ട് അത് ഉൾക്കൊള്ളുന്നവരെങ്കിലും അത്തരത്തിലൊരു ചിന്താപദ്ധതിയിലേക്ക് മാറേണ്ട ഒരു കാലഘട്ടം ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഈ പാപസാമ്യതക്ക് ശാസ്ത്രീയത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയതയുണ്ട്. പക്ഷെ ആ ശാസ്ത്രീയത എന്താണ് നമ്മള് അത് യോഗമായി കണക്കാക്കിയിട്ട് ശരിക്കും ഒരു ദുര്യോഗ ചെയ്യുന്ന ഒരു ഭാര്യാനാശമുള്ള ഒരാൾക്ക് ഭക്തനാശമുള്ള ഒരാളെ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ച കാലം വന്നിട്ടുണ്ടെങ്കിൽ സത്യത്തിന് ആലോചിച്ചോക്കേണ്ടത് ഇത് ഒന്നുമില്ലാണ്ടായിട്ടോ ആ പാവാന്ന് ശരിക്കും പറഞ്ഞാൽ ശരിക്കും വേണ്ടത് നല്ലോണം ആലോചിക്കണം. ഈ രക്തത്തിലെ ശനിയും മേലെ ചൊവ്വയും അവനവനാണോ ഭാര്യ, ഇത് അവനവന്റെ നാശമായിട്ട് വന്നൂടെ സുഖാകരൻ? അത് സൂക്ഷ്മമായിട്ട് നിരൂപണം ചെയ്ത് അത് ജാതകം തന്നെ ഒരു മനസ്സിലെത്തിയത് ജാതകം ചിന്തിച്ച് അതിനൊരു പരിഹാരമായി കഴിഞ്ഞാൽ സുഖമായിട്ട് പഞ്ചദോഷങ്ങൾ ഒഴിവാക്കി 2 3 പൊരുത്തങ്ങളെ ഭംഗിയായിട്ട് എടുപ്പിക്കാൻ തന്നെയാണ് ഇതിൽ തോന്നുന്നത്. മറ്റിപ്പം ഒരു എന്താ പറയാ, എല്ലാ ജാതകങ്ങളും നമ്മളൊരു സത്യക്കാർ നോക്കാം. 7 ശുഭദൃഷ്ടിയില്ലാതാണ്, 7 ശുഭദൃഷ്ടിയില്ലാതാണ്. ഈ സത്യത്തില് ഞങ്ങളൊരു സമ്പ്രദായം ഈ ഇതുവരെ വൈഭാഗവും ഗ്രഹസ്ഥിതി അനുകൂലത്തേക്ക് ഗ്രഹസ്ഥിതി പോരാ, അങ്ങനെ ധാരാളം കേട്ടോ. പിന്നെ പൊരുത്തം നോക്കണം. ഈ പൊരുത്തണ്ട് ഗ്രഹസ്ഥിതിക്ക് കുഴപ്പമില്ല, പൊരുത്തമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കുന്ന സമ്പ്രദായം ശരിക്കും ജ്യോത്സ്യന്മാരുടെ ഇടയിൽ വളരെ കുറവാണ്. ജ്യോത്സ്യന്മാർക്ക് ഏറ്റവും ഭയം എന്താ, ഈ ഗ്രഹസ്ഥിതിയെ ശരിക്കും ഭയക്കേണ്ടത് അതല്ല. ശരിക്ക് നല്ല പൊരുത്തമുണ്ടെങ്കിൽ ഈ ചൊവ്വക്കും ശനിക്കും ദൗർബല്യത്തിനൊക്കെ പ്രായശ്ചിത്തപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഈ ശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കുന്നത്. ഈ ശശാങ്കനാരീയത്തിലാണ് ഞാൻ ഈ ഉദ്ധരിച്ച ശ്ലോകങ്ങൾ. അതില് ഏറ്റവും അപവാദമുള്ള ശ്ലോകങ്ങൾ മുഴുവനുള്ളത് ഈ വിവാഹ പഠനമാണ്. ശാരീരിക സാരസമുച്ചയം ശരിക്ക് വിവാഹത്തിന്റെ എല്ലാ വിഷയങ്ങളും ശാരീരിക സാരസമുച്ചയത്തിന്റെ വിവാഹ പഠനത്തില് ഓരോന്നിനും 4 5 ഷഷ്ടാക്ഷരത്തിലൊക്കെ എത്ര അത് ശാസ്ത്രീയമാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിമ്പിളാ സംഗതി, നമുക്ക് മനസ്സിലാക്കാൻ അനവധി. അതിൽ അവസാനം 3 ഷഷ്ടാക്ഷരങ്ങൾ 4 ഷഷ്ടാക്ഷരങ്ങൾ മാത്രമേ അദ്ദേഹം അവസാനം അംഗീകരിക്കുന്നുള്ളൂ. ശരി, അത്തരത്തിൽ നമുക്കൊരു ചിന്താ പദ്ധതിയിൽ ബോധ്യം വന്നാൽ ഈ ഘടന നമുക്ക് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമുണ്ടാവും.
വളരെ എളുപ്പമുണ്ടാവും. പിന്നെ മറ്റൊന്ന് മുഹൂർത്ത വിഷയത്തില് ഈ മുഹൂർത്തവതിയിൽ അല്ലെങ്കിലും മുഹൂർത്തവതിയെ ഒന്നുകൂടി കറുത്ത അഷ്ടമി എന്ന് പറഞ്ഞു. ഏഴം രാശി ഒഴിവാക്കി കറുത്ത അഷ്ടമി പറഞ്ഞു കൊടുത്താല് അതിന്റെ ഒരു ഗുണമുണ്ടാവും അല്ലെ? സാമാന്യന അല്ലെ? ഒരു സമയം 7 8 നമുക്ക് ആ പറഞ്ഞ നിയമത്തിന് അത്തരത്തിലൊന്നും നോക്കണം. നമ്മളെന്താ വെച്ചാൽ ഈ ഉച്ച സമയം ഊണിന്റെ സമയം അഭിനയിക്കുന്ന മുഹൂർത്തം മാത്രം. മറ്റിപ്പം ഇതിനകത്ത് പാപസാമ്യത്തെ പറ്റി വിസ്തരിച്ച് ഇന്നത് വേണം എന്നുള്ളത് ഇവിടെ നിർണയിച്ച ഒരു സദസ്സാണ്. അത് ഘടിപ്പിക്കേണ്ടത് പാപസാമ്യത്തെ പറ്റിയിട്ട് പ്രായശ്ചിത്ത വിധി പ്രകാരം മറ്റു ബന്ധങ്ങളുടെ സുഖമായിട്ട് ഘടിപ്പിച്ച ദോഷം വൈദ്യുതിയായ ദോഷം എല്ലാം തന്നെയാണ്. ഈ പ്രബന്ധത്തില് ചെറിയൊരു അറിവ് വെച്ചിട്ട് ഇത് ഇന്നത്തെ കാലഘട്ടത്തില് എങ്ങനെ വേണം, ഏത് രീതിയിലാക്കണം. ശരിക്കും പറഞ്ഞാൽ കാലം നമുക്ക് വലിയൊരു സാധനം. ആ കാലത്തില് ശാസ്ത്രത്തിന് അവിഖ്യാതില്ലാതെ ഈ ജ്യോതിശാസ്ത്രം കൊണ്ട് കിട്ടുന്ന അർത്ഥം, ധർമ്മം, മോക്ഷം ഇതുകൾക്ക് പ്രാമാണികത്വം കൊടുത്തുകൊണ്ട് എങ്ങനെ വേണം ഇത് ഘടിപ്പിക്കാൻ എന്നുള്ളൊരു ചെറിയൊരു ചർച്ച മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അത് വളരെ ലഘുബുദ്ധിയെ കൊണ്ട് ഈ ധാരാളം ഇതിനകത്ത് വ്യക്തികളുണ്ട്. അത് നമ്മളൊക്കെ ഒന്ന് എന്നുള്ളത് ആധ്യാത്മിക ആചാരമാണ്. അല്ലാതെ നമുക്ക് മനസ്സിൽ തട്ടി എടോ ഇങ്ങനെയൊന്നും ആയാൽ പോരാ. അല്ലാതെ ഇന്ന് നമ്മൾ ഹിന്ദുക്കൾ ന്യൂനപക്ഷാണല്ലോ. ഇങ്ങനെ തുറന്ന് സംഭവിച്ചാൽ ന്യൂനപക്ഷമാണ്. അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ പോലത്തെ ആൾക്കാർക്കേ ഉള്ളൂ, ചെറുപ്പക്കാരായ ആൾക്കാർക്കൊക്കെ ഇതിനെന്തെങ്കിലും ഒരു വിഷയം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം ഈ പ്രബന്ധാവതരണം. പക്ഷേ നമുക്ക് എന്തോന്നറിയില്ല, ഇന്ന് ഇവിടെ ഒരു ശാസ്ത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഈ വിഷയം കേരളത്തിൽ തന്നെ അവതരിപ്പിച്ച പാലക്കാടാണ്. ഒരു ഏകീകരണത്തിന് പാലക്കാടാണ്. പക്ഷെ അതിനൊരു ഫലമായി നമുക്ക് ഇന്നിപ്പോ ഇത്രയും ആൾക്കാർ 2 പ്രബന്ധം കഴിഞ്ഞു, 3ാമത്തെ ഒരു ചർച്ച വെച്ചു. ഇത്തരത്തിലുള്ള ഒരു സദ്ബുദ്ധി നമ്മുടെ ഉണ്ടായാൽ ഇനി നമ്മളെ കൂടെ ധാരാളം ഉണ്ടാവും. നമ്മൾ കുറച്ചാളൊന്നും തയ്യാറായാണ്. അപവാദവും വിമർശനമൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാവും. പലതും കേൾക്കേണ്ടി വരും. പക്ഷെ നമ്മളെ പൂർവികന്മാർ ചെയ്തു വന്നത് നമ്മൾ വിടുന്നൊന്നുമില്ല. അതിനൊന്നും നേരെയാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ വിമർശിക്കാൻ വരും. പണ്ടൊക്കെ ഇങ്ങനെയാ ചെയ്ത്, ഇപ്പം നിങ്ങൾക്ക് പുതിയൊരു ശാസ്ത്രം പദ്ധതിയുണ്ട്. ഒന്നല്ല, ശരിക്കും പറഞ്ഞാല് നമുക്ക് ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അത് കണക്കാക്കി എല്ലാവരും ഈ എത്രയും ഒരു 10 ജാതകം ഒഴിവാക്കുന്നതിന് പകരം 10 ജാതകത്തെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കാനുള്ള അപേക്ഷയോട് കൂടിയിട്ട് ഈ പ്രബന്ധം നിർത്തുന്നു. ബാക്കി കുട്ടാടുന്നതിലുള്ള അത് പ്രബന്ധമൊന്നും ഇതിന് പറയാനില്ല. ഇത് നമ്മൾ തുറന്നൊരു ചർച്ച. കുട്ടാടുന്നതിന് വല്ല പോരായ്മയെങ്കിൽ ശാസ്ത്രീയമായിട്ട് അദ്ദേഹം നിർത്തുകയും എൻ്റെ ഒരു ആശയം ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. വർജ്യദോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അല്പമായിരിക്കുന്ന ഗുണങ്ങളായാലും അത് പ്രകാശിക്കപ്പെടും. ഗൗരവമായ വൈരമ്യനാശാദികളൊക്കെ മാത്രമേ നമ്മൾ ഒഴിവാക്കേണ്ടതുള്ളൂ. പരിഹാരമുള്ളതാണെങ്കിൽ പ്രായശ്ചിത്ത വികസനം പങ്കെടുക്കുക, നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടത്താൻ ശ്രമിക്കാം. ഇത്തരത്തിൽ നടത്തിയാൽ നമുക്ക് ശാസ്ത്രത്തിന് ദുഷ്പേരില്ലാതെ നമുക്ക് ഇത് നിലനിർത്തിക്കൊണ്ടുപോകാനാവും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.